Hi students, welcome to A Dream Classroom. So today we are going to deal with the last block of the paper, BEGC 109, British Romantic Literature, and block 4 ഫോറിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്നിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഈ ബ്ലോക്ക് മൊത്തം സംസാരിക്കുന്നത് ആരെ കുറിച്ചിട്ടാണ്? ആസ് യു ക്യാൻ സീ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്, മേരി ഷെല്ലി അല്ലെ. മേരി ഷെല്ലി എന്ന് പറയുന്ന ഒരു പ്രൊമിനന്റ് റൊമാൻറ്റിക് റൈറ്റർ ആണ്. അദ്ദേഹത്തിന്റെ ഒരു ഫീമെയിൽ റൈറ്റർ ആണ് മേരി ഷെല്ലി. സോ മേരി ഷെല്ലി എഴുതിയ ഒരു ഫേമസ് വർക്ക് ആണ് ഏത് ഫ്രാങ്കെൻസ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അതും അതിന്റെ സമ്മറി, ഡീറ്റെയിൽസ്, മറ്റു കാര്യങ്ങൾ എല്ലാമാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് മൊത്തമായിട്ട് പഠിക്കാൻ പോകുന്നത്. സോ ഇതിനു മുന്നേ ഉള്ള 3 ബ്ലോക്കും നമ്മൾ എന്ത് ചെയ്തു? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ ഇന്ന് നമ്മൾ അല്ലെ യൂണിറ്റ് 1 ആണ് നോക്കാൻ പോകുന്നത്, ബ്ലോക്ക് 4ലെ. സോ എന്താണ് യൂണിറ്റ് 1? ഇറ്റ് ഇസ് ടോക്കിംഗ് അബൌട്ട് മേരി ഷെല്ലി ലൈഫ് ആൻഡ് വർക്ക്സ്. അപ്പൊ ആദ്യം തന്നെ നമുക്കറിയാണല്ലോ, ഏതൊരു വർക്ക് പഠിക്കുമ്പോഴും നമ്മൾ അതിന്റെ ഓതറിനെ എന്ത് ചെയ്യും? ആദ്യം പഠിക്കും. സോ ഓതർ നമ്മുടെ മേരി ഷെല്ലി ആണ്. ആരാണ് മേരി ഷെല്ലി? എന്താണ് മേരി ഷെല്ലിന്റെ പ്രത്യേകതകൾ ആൻഡ് ഹെർ കോൺട്രിബ്യൂഷൻ ടു റൊമാൻറ്റിക് ലിറ്ററേച്ചർ ആൻഡ് ഹെസ് ഫേമസ് വർക്ക്സ് അല്ലെ, ലിറ്റററി കാരിയർ ആൻഡ് അതർ തിങ്സ്. സോ നിങ്ങൾക്ക് ഇവിടെ PDF കാണാൻ പറ്റും. ഇതിൽ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ടാണ് ഞാൻ കൊടുത്തിരുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് നമുക്ക് അതിൽ കാണാൻ പറ്റും മേരി ഷെല്ലി ലൈഫ്, ലെഗസി ആൻഡ് ദ ബർത്ത് ഓഫ് എ മോൺസ്റ്റർ. ഈ ബർത്ത് ഓഫ് എ മോൺസ്റ്റർ എന്നിവിടെ കൊടുത്തിട്ടുള്ളതാണ് ഈ മേരി ഷെല്ലിന്റെ പ്രധാനപ്പെട്ട നോവലായിട്ടുള്ള ഫ്രാങ്കെൻസ്റ്റീൻ, നമ്മൾ പഠിക്കാൻ പോകുന്ന നോവലിന്റെ അതിലെ ഒരു പ്രധാന കഥാപാത്രമാണ് മോൺസ്റ്റർ. അപ്പൊ അതിലേക്ക് എങ്ങനെയാണ് ഷെല്ലി എത്തിപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സോ നമുക്ക് നോക്കാം. സോ എങ്ങനെയാണ് ഏർലി ലൈഫ് അദ്ദേഹത്തിന്റെ, അതായത് മേരി ഷെല്ലിന്റെ ഏർലി ലൈഫ് എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ മേരി ഷെല്ലിന്റെ ഒരു ടൈം പീരീഡ് വരുന്നത് 1797 to 1851. അപ്പൊ നമുക്ക് പറയാം ഏർലി 19th സെഞ്ചുറി റൈറ്റർ ആണ് അല്ലെ, നമ്മുടെ റൊമാൻറ്റിക് റൈറ്റർ ആണ്, ഏർലി 19th സെഞ്ചുറി ആണ്. ആൻഡ് ഷീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് റൈറ്റേഴ്സ് ഓഫ് ദ റൊമാൻറ്റിക് പീരിയഡ്. ഷീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ റൈറ്റിംഗ് ഫ്രാങ്കെൻസ്റ്റീൻ. That is the novel we have to study. Or the modern Prometheus. Okay, modern Prometheus എന്ന് അതിനെ അറിയപ്പെടുന്നുണ്ട്. And it is considered the world's first science fiction എന്നാണ്. ഓക്കെ, അപ്പൊ വേൾഡിൽ തന്നെ ഏറ്റവും വലിയ സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സയൻസ് ഫിക്ഷൻ എന്നാണ് എന്തറിയപ്പെടുന്നത്, ഈ ഒരു വർക്ക് അറിയപ്പെടുന്നത്. ആൻഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഗോത്തിക് നോവൽ. ഓക്കെ, ഗോത്തിക് നോവലും ആണ് ഇത്. Although she wrote many novels, travel books, biographies and short stories, Frankenstein remains her masterpiece. Her life was filled with personal tragedies and these experiences greatly influenced her writing. So ഈ മേരി ഷെല്ലിയുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ട്രാജഡീസും അല്ലെ, കുറെ സ്റ്റിഫ് ആൻഡ് ടേൺസും ക്ലിഫ്സുകളും അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു ലൈഫായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ മേരി ഷെല്ലി എഴുതുന്ന വർക്ക്സിലെല്ലാം ഇത്തരത്തിലൊരു ഡാർക്ക് ഷെയ്ഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാനിവിടെ PDF നിങ്ങൾക്ക് ഡാർക്ക് കളറിൽ തന്നിരിക്കുന്നത്, ജസ്റ്റ് ഫോർ ജോക്ക്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് ഷെല്ലി എന്നാണ് ഫുൾ നെയിം വരുന്നത്. മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് ഷെല്ലി വാസ് ബോൺ ഓഗസ്റ്റ് 30 ആണ് കേട്ടോ. ഇതിൽ കൊടുത്തിട്ടില്ല, പക്ഷെ എന്താണ്, ഓഗസ്റ്റ് 30 ആണ്. സോ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. ഞാൻ ഇവിടെ എഴുതി വെറുതെ ഒന്ന് നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറന്നു പോകും. സോ ഓഗസ്റ്റ് 30 ആട്ടോ, ഓഗസ്റ്റ് 30. ഓക്കെ, ഓഗസ്റ്റ് 30. ഇത് വരുന്നത് എപ്പോഴാണ്? 1797. ഓക്കെ, 1797 ആണ് എന്ത് വരുന്നത്, മേരി ഷെല്ലിന്റെ ബോൺ ഇയർ വരുന്നത് കേട്ടോ. ആൻഡ് ഷീ വാസ് ഡൈഡ് ഇൻ 1st February 1851. ഓക്കെ, ആൻഡ് ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് 2 towering intellectual figures of their age. ഓക്കെ, സോ മേരി ഷെല്ലിന്റെ മദറിന്റെ പേര് അവിടെ പറയുന്നുണ്ട്. ആരാണ് മദർ? മേരി വോൾസ്റ്റൺക്രാഫ്റ്റ്, ഒരു റൈറ്റർ ആണ്, ഫെമിനിസ്റ്റ് ഫിലോസഫർ ആണ്, ഓതർ ഓഫ് വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൻ. അതൊരു ഫേമസ് വിമൻ റൈറ്റിംഗ് ആണ്.
സോ അതൊരു ഫെമിനിസ്റ്റ് റൈറ്റിംഗ് കൂടാണ് കേട്ടോ, വർക്കാണ്, വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ. അപ്പൊ അത് എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അമ്മയാണ്, അതായത് മേരി വോൾസ്റ്റൺക്രാഫ്റ്റ്. ആൻഡ് ഷീ ഡൈഡ് ഡേ ആഫ്റ്റർ മേരീസ് ബർത്ത്. മേരി ജനിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം അമ്മയും മരിക്കുകയാണ് ചെയ്തത്. ഫാദർ പറയുമ്പോൾ വില്യം ഗോഡ്വിൻ ആണ് അത് അടുത്തൊരു റൈറ്റർ, റാഡിക്കൽ പൊളിറ്റിക്കൽ ഫിലോസഫർ ഹൂസ് ഹോം ഹോസ്റ്റഡ് ദ എറാസ് ഗ്രേറ്റസ്റ്റ് തിങ്കേഴ്സ്. ഓക്കെ, സോ അതാണ് എന്ത് പറയുന്നത്, അദ്ദേഹത്തിന് മേരി ഷെല്ലിന്റെ ഒരു എന്താ പറയണ്ടേ ഒരു ഫാമിലി ലൈഫ് പറയുകയാണെങ്കിൽ. സോ നാഷണാലിറ്റി ഇംഗ്ലീഷ് ആണ് വരുന്നത്, ലിറ്റററി പീരിയഡ് റൊമാൻറ്റിക് ഏജ് ആണ്, ഫേമസ് വർക്ക് ഫ്രാങ്കൻസ്റ്റീൻ ആണ് കേട്ടോ. ഓക്കെ, നൗ മേരി ഷെല്ലിയുടെ എന്താ പറയണ്ടേ ഇൻഫാൻസി ആൻഡ് ഏർലി ഇയേഴ്സിനെ കുറിച്ചിട്ടൊന്ന് സംസാരിക്കാം. സോ മേരി ഷെല്ലി വാസ് ബോൺ ഇൻ ലണ്ടൻ ടു ഫേമസ് ഇന്റലക്ച്വൽസ് ദാറ്റ് ഈസ് ആരൊക്കെയാണ്? ഹെർ ഫാദർ വില്യം ഗോഡ്വിൻ വാസ് എ പൊളിറ്റിക്കൽ ഫിലോസഫർ ആൻഡ് നോവലിസ്റ്റ്, while her mother Mary Wollstonecraft was one of the earliest advocates of women's rights and wrote a vindication of the rights of women. We have already talked about that. And unfortunately Mary Wollstonecraft died just 11 days after Mary's birth due to childbirth complications. അപ്പൊ അതിന്റെ ഒരു അല്ലെ ആഫ്റ്റർ ഡെലിവറിയുടെ ഒരു കോംപ്ലിക്കേഷൻസ് കാരണം 11 days കഴിഞ്ഞിട്ട്, മേരി ജനിച്ചിട്ട് 11 days കഴിഞ്ഞിട്ടാണ് അവളെ അമ്മ മരിക്കുന്നത്. As a result, Mary grew up without her mother's love and care. അപ്പോ ആലോചിച്ച ഒരു പെൺകുട്ടിയാണ് അല്ലെ, അപ്പൊ അമ്മ ഇല്ലാതെ വളരുന്ന ഒരു പെൺകുട്ടികളുടെ കഷ്ടതകളും മറ്റു കാര്യങ്ങളൊക്കെ അറിയാം. സോ അത്തരത്തില് ഒരു എന്താ പറയുക അമ്മയുടെ സ്നേഹമോ കെയറോ കിട്ടാതെ ഒരു അല്ലെ ജീവിച്ച ഒരു പെൺകുട്ടിയും കൂടിയാണ്. ആൻഡ് മേരീസ് ഫാദർ എൻകറേജ്ഡ് ഹെർ എഡ്യൂക്കേഷൻ ബൈ അലോയിങ് her access to his large library, and she developed a love for literature, philosophy, science and history at a very young age. അപ്പൊ ലൈബ്രറിയിലേക്കൊക്കെ അച്ഛൻ അങ്ങനെ വിട്ടതുകൊണ്ടാണ് അവള് ഇത്തരത്തിലുള്ള എന്താ പറയണ്ടേ ഈ ഒരു എന്താ പറയണ്ടേ ലിറ്ററേച്ചറിലും അതുപോലെ തന്നെ ഫിലോസഫിയിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് കാട്ടി തുടങ്ങിയത്. അങ്ങനെ യങ് ഏജ് മുതലേ അവൾ എഴുതാൻ തുടങ്ങി. Unlike most girls of her time, she received an excellent education through self-study and discussions with leading intellectuals who frequently visited her father's house. അപ്പൊ ഫാദേഴ്സ് ഹൗസിൽ ഇങ്ങനെ ഫാദർ ഒരു ഫിലോസഫിക്കൽ റൈറ്റർ ആണ് അല്ലെ, അപ്പൊ അതുകൊണ്ടൊക്കെ ഇത്തരത്തിലുള്ള പുതിയ അല്ലെങ്കിൽ എന്താ പറയണ്ടേ ലെജൻഡറി ആയിട്ടുള്ള ആളുകൾ ഇവരെ വീട്ടിലേക്ക് വരും. സോ അവരൊക്കെ ആയിട്ട് സംസാരിക്കുകയും അതുപോലെ തന്നെ ബുക്കൊക്കെ വായിക്കുകയും സെൽഫ് സ്റ്റഡി നടത്തിയിട്ടൊക്കെയാണ് അവൾ എന്ത് ചെയ്തത്, ഹയർ എഡ്യൂക്കേഷൻ നേടിയെടുത്തത്. അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ അവൾക്ക് കിട്ടുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി പാരന്റ്ലെസ് ആയിട്ട് ഉള്ള ഒരു കുട്ടിയുടെ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? അതായത് അവളുടെ മദറിന്റെ ഡെത്ത് അവളെ ഡീപ്ലി അഫക്ട് ചെയ്തിട്ടുണ്ട്, മേരിയുടെ ചൈൽഡ്ഹുഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ. സോ ദോ ഷീ നെവർ മെറ്റ് ഹർ മദർ, ഷീ അഡ്മയർഡ് ഹർ ഗ്രേറ്റ്ലി ബൈ റീഡിങ് ഹർ ബുക്സ്. അപ്പൊ അമ്മ മരിച്ചിട്ട് ആണല്ലേ അവൾക്ക് പ്രായം അല്ലെങ്കിൽ അവൾക്ക് ഒരു ബോധം വെക്കുന്ന ടൈമിലൊന്നും അമ്മ ഇല്ല അവളുടെ കൂടെ, പക്ഷെ അമ്മേനെ അവൾക്ക് അറിയാം എങ്ങനെ, ത്രൂ ഹർ മദേഴ്സ് വർക്ക്സിലൂടെ അല്ലെ. അപ്പൊ ആ ഒരു വർക്ക്സുകളെല്ലാം അവൾ വായിക്കുകയും അങ്ങനെ അമ്മയെ കുറിച്ച് അഡ്മയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലേറ്റർ വില്യം ഗോഡ്വിൻ മാരീഡ് മേരി ജെയിൻ ക്ലെയർമോണ്ട്. മേരി ജെയിൻ ക്ലെയർമോണ്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീനെ അച്ഛൻ കല്യാണം കഴിക്കുകയാണ് രണ്ടാമത്. പക്ഷെ മേരിക്ക് ഒരു ഡിഫിക്കൽട്ട് റിലേഷൻഷിപ്പ് സ്റ്റെപ്പ് മദറുമായിട്ട് ഒരു ഡിഫിക്കൽട്ട് റിലേഷൻഷിപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഷീ ഓഫൻ ഫെൽറ്റ് നെഗ്ലക്റ്റഡ് ആൻഡ് ഇമോഷണലി ഐസൊലേറ്റഡ് വിത്തിൻ ഹെർ ഓൺ ഫാമിലി. സോ ഇവിടെ എന്ന് പറയുന്നത് ഒരു അല്ലെ ലോൺലി ഇമോഷണലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി ചൈൽഡ്ഹുഡിൽ അല്ലെ നേരിടേണ്ടി വന്ന ട്രോമ, പേഴ്സണൽ സഫറിങ് ഇൻഫ്ലുവൻസ്ഡ് ഫ്രാങ്കൻസ്റ്റീൻ. അപ്പൊ ഇവള് എഴുതിയ ഈ ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്ന നോവൽ എഴുതാൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊരു കാരണം എന്ന് പറയുന്നത് ഹെർ ഓൺ ലൈഫ് ഇൻസിഡൻസ് ആണ്. അപ്പൊ അതും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, നൗ ടീനേജ് ഇയേഴ്സ് പറയുമ്പോൾ മേരി വാസ് ഇന്റലിജന്റ്, ഇമാജിനേറ്റീവ് ആൻഡ് പാഷനേറ്റ് അബൌട്ട് ലിറ്ററേച്ചർ ആൻഡ് during her teenage years, she spent time in Scotland. Teenage year അവൾ എവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള സ്കോട്ട്ലാൻഡിലായിരുന്നു, where she enjoyed nature and peaceful surroundings. Then the beautiful landscapes inspired her imagination and creativity. അപ്പൊ അവളുടെ ചുറ്റുപോറുമുള്ള അല്ലെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ് അവൾ എന്ത് ചെയ്തത്, ഡീപ്ലി ഇൻഫ്ലുവൻസ് ചെയ്തത് എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ at 16 she met the famous romantic poet P.B. Shelley. അങ്ങനെ അവൾ എന്ത് ചെയ്യാണ്, വളരെ യങ് ഏജില് അല്ലെ, അതായത് 16 ഏജില് അവൾ റൊമാൻറ്റിക് റൈറ്റർ ആയിട്ടുള്ള P.B. ഷെല്ലി, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഷെല്ലിനെ കുറിച്ചിട്ട്. ഷെല്ലിനെ മെറ്റ് ചെയ്തു, മീൻസ് കണ്ടുമുട്ടി. ഹു വാസ് ഓൾറെഡി മാരീഡ്. മാരേജ് കഴിഞ്ഞതായിരുന്നു ഷെല്ലിന്റെ.
They shared similar interest in literature, philosophy and revolutionary ideas. Their friendship soon developed into love. അങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ച് ലിറ്ററേച്ചറിനെയും നേച്ചറിനെയും മറ്റു കാര്യങ്ങളെയൊക്കെ സംസാരിച്ച് അല്ലെ അതിനെയൊക്കെ കുറിച്ച് സംസാരിച്ച് ലാസ്റ്റ് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങോട്ട് ലീഡ് ചെയ്തു അല്ലെ ഒരു ലവിലേക്ക് ലീഡ് ചെയ്യുകയാണ് ചെയ്തത്. സോ ഇവിടെ നമുക്ക് പറയാനുള്ളത് loved reading and writing. She loved reading and writing. Then Scotland inspired her imagination, and she met Percy B. Shelley at 16 and shared romantic and revolutionary ideas. So ഇവിടെ കൊടുത്തിട്ടുണ്ട്, as you can see in the PPT, Percy B. ഷെല്ലിന്റെ ഒരു എന്താണ് അല്ലെ ഷെല്ലി സർക്കിൾ, ഷെല്ലിന്റെ ഒരു സർക്കിളില് അതായത് ലവ്, ലോസ് ആൻഡ് ലിറ്റററി ഇൻസ്പിറേഷൻ, റാഡിക്കൽ റൊമാൻറ്റിക് പോയറ്റ് ഹു ബിക്കെയിം മാരീസ് ഹസ്ബൻഡ്. അങ്ങനെ ലാസ്റ്റ് അവർ കല്യാണം കഴിക്കുന്നുണ്ട് കേട്ടോ, PB ഷെല്ലിയും നമ്മുടെ ഷെല്ലി, മേരി ഷെല്ലിയും. സോ their elopement in scandalized society but formed a deep creative partnership. അപ്പൊ അവരിങ്ങനെ ഒളിച്ചോടി പോയിട്ടാണ് അങ്ങനെ കല്യാണം കഴിച്ചത്. അപ്പൊ അത് സൊസൈറ്റിയിൽ ഒരു ഇതൊക്കെ ഡീപ്പായിട്ട് ഒരു കാര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ അവരെ പാർട്ട്ണർഷിപ്പ് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ലോർഡ് ബാരനെ എന്ത് ചെയ്ത് കണ്ടുമുട്ടിയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കാം നമുക്ക്. സോ അതിനു മുന്നേ മേരിയുടെ റീലൊക്കേഷൻ പറയാം. അതായത് 1814 മേരി ഷെല്ലീനെ എന്ത് ചെയ്യുന്നത് കല്യാണം കഴിക്കുന്നതും. ഷെല്ലിയും മേരിയും കൂടി എവിടേക്ക് പോയി, ഇംഗ്ലണ്ടിൽ നിന്നും പോയിട്ട് അവർ ട്രാവൽ ചെയ്തു, യൂറോപ്പിലും മൊത്തം ട്രാവൽ ചെയ്യുകയാണ് ചെയ്തത്. പേഴ്സി ബി ഷെല്ലി വാസ് സ്റ്റിൽ മാരീഡ്. അപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു, പക്ഷെ സൊസൈറ്റി സ്ട്രോങ്ലി ക്രിട്ടിസൈസ്ഡ് ദെയർ റിലേഷൻഷിപ്പ് ആൻഡ് ദേ ഫേസ്ഡ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ആൻഡ് ഓഫൻ ലിവ്ഡ് ഇൻ പോവർട്ടി while traveling. However, these travels exposed Mary to different cultures, landscapes, and intellectual discussions, enriching her imagination and literary talent. Then important points ഇവിടെ പറയാനുള്ളത് എന്തൊക്കെയാണ് അല്ലെ, ഇലോപ്മെന്റ് അവരെ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യൽ അല്ലെ സ്ട്രഗിളിലേക്ക് പോയി, ഹാർഡ്ഷിപ്പുകളൊക്കെ അനുഭവിച്ചു. പിന്നെ ട്രാവലിംഗ് അവളുടെ റൈറ്റിങ്ങിനെ, മേരി ഷെല്ലിന്റെ റൈറ്റിങ്ങിൽ കുറെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈ ലവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, മേരി ആൻഡ് PB ഷെല്ലി ലവ്ഡ് ഈച്ച് അതർ ഡെസ്പൈറ്റ് ന്യൂമറസ് ഡിഫിക്കൽട്ടീസ്. പിന്നെ അങ്ങനെ ഫസ്റ്റ് വൈഫ് ആരുടെ, PB ഷെല്ലിന്റെ ഫസ്റ്റ് വൈഫ് ഹാരിയറ്റ് മരിക്കുന്നുണ്ട് 1816. അപ്പൊ ഹാരിയറ്റ് മരിച്ചതിന് ശേഷമാണ് ഇവര് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ ഒരു മാരേജ് ലൈഫ് എന്ന് പറയുന്നത് ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറെ ട്രാജഡീസ് ആയിരുന്നു. അതായത് കുറെ കുട്ടികൾക്ക് ജന്മം നൽകിയിട്ടുണ്ടെങ്കിലും ഇൻഫാൻസിയിൽ തന്നെ കുട്ടികൾ മരിക്കുന്നുണ്ട്. അങ്ങനെ മേരീനെ ഒരു വലിയൊരു ഗ്രീഫിലേക്ക്, ഒരു സങ്കടത്തിലേക്ക് അല്ലെങ്കിൽ ട്രാജഡിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയായിരുന്നു അങ്ങനെ ആ ഒരു കാര്യം. So Percy remained her greatest supporter and encouraged her literary career. പക്ഷെ ആസ് എ ഹസ്ബൻഡ് PB ഷെല്ലി എപ്പോഴും അവളുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരു അഡ്മയർ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് സപ്പോർട്ടർ ആയിട്ട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ലണ്ടനിലേക്ക് ഇവരെ തിരിച്ചു വരുന്നുണ്ട്. മേരി ഫ്രീക്വന്റ്ലി ട്രാവൽഡ് ബിറ്റ്വീൻ ഡിഫറെന്റ് പ്ലേസസ്, എസ്പെഷ്യലി ലണ്ടൻ, വേർ ഷി മെറ്റ് ലീഡിംഗ് റൈറ്റേഴ്സ് ആൻഡ് തിങ്കേഴ്സ് ഓഫ് ദ റൊമാൻറ്റിക് ഏജ്. ഷീ ബിക്കെയിം ഫെമിലിയർ വിത്ത് ഡിസ്കഷൻസ് അബൌട്ട് സയൻസ്, പൊളിറ്റിക്സ്, ലിറ്ററേച്ചർ ആൻഡ് ഫിലോസഫി. ഓക്കെ, പിന്നെ പറയുന്നത് മേരി ആൻഡ് ഹർ പേഴ്സണൽ കലാമിറ്റീസ്. അവിടെ പറയുന്നത് മേരി ലൈഫ് വാസ് ഫുൾ ഓഫ് സോറോസ്. ഷീ ലോസ്റ്റ് ഹെർ മദർ ഷോർട്ട്ലി ആഫ്റ്റർ ഹെർ ബർത്ത്, ദെൻ സെവറൽ ചിൽഡ്രൻ ഡ്യൂറിംഗ് ഇൻഫാൻസി, her half sister Fanny, Percy's first wife Harriet, and finally Percy Shelley himself, who drowned in 1822 while sailing in Italy. അപ്പൊ ഇവരൊക്കെ പ്രശ്നങ്ങള് മാരിയുടെ ഒരു കലാമിറ്റി ആയിട്ടാണ് പറയുന്നത്, ഇവരുടെ എല്ലാവരുടെയും മരണം. സോ ഡെസ്പൈറ്റ് ദീസ് ഹാർട്ട് ബ്രേക്കിംഗ് ലോസസ്, മാരി കണ്ടിന്യൂഡ് റൈറ്റിംഗ് ആൻഡ് റേസിംഗ് ഹെർ ഓൺലി സർവൈവിംഗ് സൺ പെർസി ഫ്ലോറൻസ് ഷെല്ലി. അപ്പൊ ഇതിനെല്ലാം ശേഷം അവർക്ക് അവസാനമായിട്ട് കിട്ടിയത് അവളുടെ ഒരു മകനായിട്ടുള്ള സൺ പെർസി ഫ്ലോറൻസ് ഷെല്ലിനെയായിരുന്നു. അവൾ എന്ത് ചെയ്തു, അവനെ വളർത്തിക്കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു ലോസ്റ്റ് മദർ അല്ലെ, ഷീ ലോസ്റ്റ് മദർ, ലോസ്റ്റ് ചിൽഡ്രൻ, ലോസ്റ്റ് ഹസ്ബൻഡ് PB ഷെല്ലി, ബട്ട് കണ്ടിന്യൂ റൈറ്റിംഗ് ഡെസ്പൈറ്റ് ട്രാജഡീസ് എന്നുള്ളതാണ്. ഓക്കെ, ഈ ലോർഡ് ബാരനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതായത് ഫേമസ് ആയിട്ടുള്ള പോയറ്റ് ആണ്, ക്ലോസ് ഫ്രണ്ട് ആണ് മേരി ഷെല്ലിന്റെ, whose villa in Geneva became the setting of the famous ghost story contest. Okay, സോ ഒരു കാര്യം പറയുന്നുണ്ട്. ദെൻ ലോർഡ് ബാരന്റെ ഈ പറഞ്ഞിട്ടുള്ള ഒരു ജനീവ എന്ന് പറയുന്നത് ഒരു സെറ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് മേരി ഷെല്ലിന്റെ എന്ന് പറയുന്നുണ്ട്. ദെൻ ക്ലെയർമോണ്ട്, അതായത് മേരിയുടെ സ്റ്റെപ്പ് സിസ്റ്റർ ആണ് ആൻഡ് ഫെല്ലോ അഡ്വെഞ്ചർ ആണ്. ഓക്കെ, അഡ്വെഞ്ചറർ ആണ്, who joined the Shelley Baron Circle in Switzerland, adding to the era's creative firmament. Okay, അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇനി
എന്താണ് ഫ്രാങ്കെൻസ്റ്റീൻ എ ഗോസ്റ്റ് സ്റ്റോറി ചലഞ്ച് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒന്ന് നോക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി വരാം. അതായത് ഫസ്റ്റ് നോവലാണ്, മേരിയുടെ ഫസ്റ്റ് നോവലാണ് ഫ്രാങ്കെൻസ്റ്റീൻ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കൺസിഡർഡ് ആസ് ദ ഫസ്റ്റ് അല്ലെങ്കിൽ വേൾഡ് ഫസ്റ്റ് സയൻസ് ഫിക്ഷൻ എന്നുള്ളത് കേട്ടോ. ദ മോഡേൺ പ്രിമിത്തിയസ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. സോ ഇൻ ദ ഇയർ വിത്തൗട്ട് എ സമ്മർ, അതായത് വോൾക്കാനിക് ആഷ് ഡാർക്കൻ സ്കൈസ് അക്രോസ് യൂറോപ്പ്, ടാപ്ഡ് ഇൻഡോസ് at Milodayotati and by Lake Geneva, Byron proposed a challenge. Each guest would write a ghost story. അതായത് മേരി just dreamed of a pale student of unhallowed arts kneeling beside a stitched together creature. That nightmare became Frankenstein. ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി, നമുക്ക് ഇതിലേക്ക് കിടക്കാം എന്താണ് സംഭവം എന്നുള്ളത് കേട്ടോ. അതായത് 1860 മേരി സ്പെൻഡ് ദ സമ്മർ അറ്റ് ലേക്ക് ജനീവ വിത്ത് PB ഷെല്ലി ആൻഡ് ലോർഡ് ബാരൺ. രണ്ടുപേരുടെയും കൂടെ 1860 ഈ പറഞ്ഞിട്ടുള്ള ലേക്ക് അല്ലെ, അന്നത്തെ തടാകമാണ് ജനീവ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഡ്യൂ ടു കണ്ടിന്യൂസ് റെയിൻ ദേ സ്റ്റേഡ് ഇൻഡോർസ് ആൻഡ് ചലഞ്ചഡ് ഈച്ച് അതർ ടു റൈറ്റ് ഗോസ്റ്റ് സ്റ്റോറി. അപ്പൊ ഇവര് 3 പേരും റൈറ്റേഴ്സ് ആണല്ലോ. അപ്പൊ ഇവര് ഇങ്ങനെ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ, അതായത് റെയിനി ഡേയ്സ് ആയിരുന്നു. റെയിനി ഡേയ്സിൽ ഇവരിങ്ങനെ ഇൻഡോറിൽ സ്റ്റേ ചെയ്യുന്ന ടൈമിൽ ഇവരൊരു ചലഞ്ച് വെച്ചു. അതായത് ആരൊക്കെ അല്ലെങ്കിൽ 3 പേരും ഈച്ച് അതർ എന്ത് ചെയ്തു, ഗോസ്റ്റ് സ്റ്റോറീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചലഞ്ച് വെച്ചു. അങ്ങനെ വൺ നൈറ്റ് മേരി ഇമാജിൻ എ സയന്റിസ്റ്റ് ബ്രിങ്ങിങ് എ ഡെഡ് ബോഡി ടു ലൈഫ്. അപ്പൊ അവള് ഇമാജിൻ ചെയ്യുന്ന ഒരു കാര്യമാണിത്. മേരി ഷെല്ലി, അതായത് ഏതോ ഒരു സയന്റിസ്റ്റ് ഡെഡ് ബോഡിക്ക് ജീവൻ കൊടുക്കുന്ന രീതിക്കുള്ള ഒരു കൈൻഡ് ഓഫ് സ്റ്റോറി അവൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യാണ്. ഈ ഒരു ഡ്രീമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാങ്കെൻസ്റ്റീൻ എന്ന് പറയുന്ന നമ്മുടെ ഈ നോവലിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. So the novel was published anonymously in 1818 and became an immediate success. അപ്പൊ ആരെ പബ്ലിഷ് ചെയ്തെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ 1880 ഈ ഒരു വർക്ക് അവിടെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി അതൊരു സക്സസിലേക്ക് മാറുന്നുണ്ട്. ലേറ്റർ എഡിഷൻസ് ക്യാരിഡ് മേരീസ് നെയിം. അങ്ങനെ പിന്നീട് വന്ന അതായത് കുറെ ആൾക്കാർ വായിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു എഡിഷൻ വരുമല്ലോ അതേ നോവലിന്റെ, അങ്ങനെയാണ് മേരി ഷെല്ലിയാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്ന് ആളുകളിലേക്ക് ആ ഒരു ന്യൂസ് എത്താൻ തുടങ്ങിയത്. ഓക്കെ, ഇനി എന്താണ് സ്റ്റോറി ഓഫ് ഫ്രാങ്കെൻസ്റ്റീൻ എന്നാ പറയുന്നത്. സോ ഇവിടെ മോഡേൺ പ്രിമിത്തിയസ് തീം ആൻഡ് ഇമ്പാക്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ PPTയുടെ ഒരു പ്രശ്നമാണ്, ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അതായത് ഇവിടെ ഒരു ചെറുതായിട്ട് ഗ്യാപ്പില്ലാതെ കൊടുത്തിട്ടുണ്ട്. അത് തീംസ് ആൻഡ് ഇമ്പാക്ട് എന്നാണ് കേട്ടോ. തീംസ് ആൻഡ് ഇമ്പാക്ട്. അപ്പൊ അത് നിങ്ങൾ അതാണെന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഞാൻ പറയാം. സോ ഇതിലെ തീംസ് പറഞ്ഞാൽ ഒന്ന് അംബീഷ്യസ് ആൻഡ് ഹ്യൂബ്രിസ് ആണ്, ഡേഞ്ചർ ഓഫ് അൺചെക്ഡ് സയന്റിഫിക് പെർസ്യൂട്ട്, ക്രിയേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്, ഏലിയനേഷൻ ആൻഡ് അതർനെസ് വരുന്നുണ്ട്, നേച്ചർ വേഴ്സസ് നർച്ചർ. അപ്പൊ ഇത് തീം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം സ്റ്റോറി എന്താണെന്ന് മനസ്സിലാവണം. സോ ഇറ്റ് വാസ് പബ്ലിഷ്ഡ്, ഫ്രാങ്കെൻസ്റ്റീൻ വാസ് പബ്ലിഷ്ഡ് ഇൻ 1818 and Frankenstein was revolutionary, not merely a horror story but a profound mediation on science, ethics and humanity. അപ്പൊ ഈ ഫ്രാങ്കെൻസ്റ്റീൻ എന്ന് പറയുന്ന നോവല് ലേറ്റർ സിനിമയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സിനിമ ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കഥ എന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഒരു ഹൊറർ സ്റ്റോറിയാണ്, ഗോത്തിക് നോവൽ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ഇറ്റ് കണ്ടെയ്ൻസ് ഹൊറർ എലമെന്റ്സ്. അതാണ് കേട്ടോ. ഈ ഒരു നോവൽ ടെൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ദ സ്റ്റോറി ഓഫ് വിക്ടർ ഫ്രാങ്കെൻസ്റ്റീൻ. അപ്പൊ വിക്ടർ ഫ്രാങ്കെൻസ്റ്റീൻ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഈ നോവലിലെ പ്രോട്ടോഗോണിസ്റ്റ് വരുന്നത്. ഒരു സയന്റിസ്റ്റ് ആണ് ഹു ക്രിയേറ്റ്സ് ലൈഫ് ഫ്രം ഡെഡ് ബോഡി പാർട്സ്. അപ്പൊ ഡെഡ് ബോഡിയിൽ നിന്നും ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സയന്റിസ്റ്റ് ആയിട്ടാണ് വിക്ടർ ഫ്രാങ്കെൻസ്റ്റീൻ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഹാപ്പിനെസ് ഹിസ് എക്സ്പെരിമെന്റ് ബ്രിങ്സ് സഫറിങ് ആൻഡ് ഡിസ്ട്രക്ഷൻസ്. അപ്പൊ കുറെ തരത്തിലുള്ള ആരും പരീക്ഷിക്കാത്ത രീതിയിലുള്ള എക്സ്പെരിമെന്റ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറെ സഫറിങ്സും അതുപോലെ തന്നെ ഡിസ്ട്രക്ഷൻസ് ഒക്കെ അവന്റെ ലൈഫ് മീൻസ് വിക്ടറിന്റെ ലൈഫിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ദ അബാൻഡൻഡ് ക്രിയേച്ചർ ബിക്കംസ് ലോൺലി ആൻഡ് സീക്സ് റിവെഞ്ച് അഗെയിൻസ്റ്റ് ഇറ്റ്സ് ക്രിയേറ്റർ. അങ്ങനെ ഇവൻ ഒരു മോൺസ്റ്ററിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞ ഒരു ക്രിയേച്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ അവൻ അതിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അവൻ ഒട്ടും ഒരു റെസ്പോൺസിബിൾ അല്ലാത്ത ഒരു സയന്റിസ്റ്റ് ആയി മാറുകയും ഈ ഒരു ക്രിയേച്ചറിനെ ഒട്ടും ശ്രദ്ധിക്കാതെ നടക്കുകയും ലാസ്റ്റ് ഈ ക്രിയേച്ചർ എന്ത് ചെയ്തു, അവനെതിരെ വിക്ടറിനെതിരെ ഒപ്പോസ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഇതിൽ കാണാൻ പോകുന്നത്. സോ ദ നോവൽ എക്സ്പ്ലോസ് ദ ഡേഞ്ചർ ഓഫ് അൺകൺട്രോൾഡ് സയന്റിഫിക് അംബീഷൻ. അപ്പൊ ഇവന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള അൺകൺട്രോൾഡ് സയന്റിഫിക് അംബീഷൻ,
അല്ലെങ്കിൽ ഡിസയർ കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുള്ളത്. നോവലിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി പറയുമ്പോൾ പറയൂട്ടോ. അപ്പൊ ഈ ഒരു ഇത്തരത്തിലുള്ള എന്താ പറയാ അൺകൺട്രോൾഡ് ആയിട്ടുള്ള സയന്റിഫിക് അംബീഷൻ ശരിക്കും എന്താണ് ലീഡ് ചെയ്യുന്ന ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്കാണെന്നാണ് അതിന്റെ ഒരു മെയിൻ തീം വരുന്നത്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിനെയും കുറിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതർ ലിറ്റററി വർക്ക്സ് ഏതൊക്കെയെന്ന് നോക്കാം. ബിയോണ്ട് ഫ്രാങ്കൻസ്റ്റൈൻ, ഷെല്ലീസ് അതർ ലിറ്റററി വർക്ക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ലാസ്റ്റ് മാൻ, ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1826. ഓക്കെ, 1826, അതായത് ദ ലാസ്റ്റ് മാൻ. സോ a dystopian novel depicting a future plague that wipes out humanity, then haunting prescient work of അപ്പോകാലിപ്റ്റിക് ഫിക്ഷൻ. അത് അതിന്റെ ഒരു ലാസ്റ്റ് മാനിന്റെ ഒരു ഫിക്ഷൻ കൈൻഡ് ഓഫ് അല്ലെ, ഒരു ഇത് ചെറിയൊരു ഇമ്പോർട്ടന്റ് ഐഡിയ അവിടെ കൊടുത്തു എന്ന് മാത്രം, നിങ്ങൾ പേര് മാത്രം പഠിച്ചു പോയാൽ മതി കേട്ടോ. ദെൻ വാൽപെർഗ 1823 പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ വേറെ കുറെ വർക്ക് വരുന്നുണ്ട്. പെർക്കിൻ വോർബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വരുന്നുണ്ട്, അത് 1830. ദെൻ ലോഡോർ 1835. ദെൻ ഫോക്നർ 1837. ഓക്കെ, പിന്നെ ഹിസ്റ്ററി ഓഫ് 6 വീക്സ് എന്ന് പറയുന്നുണ്ട്. ദെൻ റാംബിൾസ് ഇൻ ജർമ്മനി ആൻഡ് ഇറ്റലി, അതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒന്നുള്ളതാണ് ലൈവ്സ് ഓഫ് ദ മോസ്റ്റ് എമിനന്റ് ലിറ്റററി ആൻഡ് സയന്റിഫിക് മെൻ എന്നുള്ളത്. അതൊരു ബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു പ്രൊജക്ടറാണ് കേട്ടോ. ദെൻ മെത്തിൽഡ 1819 അവള് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് മെത്തിൽഡ. സോ ഇത് ഇത്രയാണ് ഫേമസ് ആയിട്ട്, ഇനിയും വരുന്നുണ്ട്, പക്ഷെ ഫേമസ് വർക്ക്സുകൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. ഇനി ലാസ്റ്റ് സ്റ്റേജ് ഓഫ് മേരി ഷെല്ലീസ് ലൈഫ് ഒന്ന് നോക്കാം. അതായത് PB ഷെല്ലി, അവളുടെ ഹസ്ബൻഡിന്റെ മരണത്തിന് ശേഷം മേരി റിട്ടേൺ ടു ഇംഗ്ലണ്ട് വിത്ത് ഹെർ സൺ. ഷീ ഡിവോട്ടഡ് ഹെർസെൽഫ് ടു റൈറ്റിംഗ് ആൻഡ് preserving Shelley's means baby Shelley's literary reputation by editing and publishing his poems. അങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് മകനെ കൂട്ടി തിരിച്ചു വരികയും ആഫ്റ്റർ ഡെത്ത് PB ഷെല്ലിന്റെ കുറെ വർക്ക്സ് ഇവൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കുറെ പോയിംസ് കേട്ടോ. ഇവള് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ലിറ്റററി കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ മേരി സഫേർഡ് ഫ്രം പുവർ ഹെൽത്ത് ഇൻ ഹെർ ലേറ്റർ ഇയേഴ്സ് ആൻഡ് ഡൈഡ് ഓൺ 1 ഫെബ്രുവരി 1851 അറ്റ് ദ ഏജ് ഓഫ് 53. അങ്ങനെ അവിടെ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ ഒന്ന് മൊത്തമായിട്ട് അല്ലേ ഒരു നട്ഷൽ രീതിക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും പേഴ്സണൽ ട്രാജഡീസ് ആൻഡ് ട്രയംസ്, റെസിലിയൻസ് ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. അപ്പോൾ 1816 അവള് വരുന്നത്. ഫസ്റ്റ് ചൈൽഡ് ക്ലാര എന്നാണ് അവളുടെ ആദ്യത്തെ പേര് വരുന്നത്, ആൻഡ് ഡൈസ് വീക്സ് ആഫ്റ്റർ ബർത്ത്. Then 1819 son William dies of malaria, daughter Clara dies of dysentery. Then 1860 ഫസ്റ്റ് ചൈൽഡ് ആയിട്ടുള്ള ക്ലാരയ്ക്ക് എന്ത് ചെയ്യുന്നത്, ജന്മം കൊടുക്കുന്നത് കേട്ടോ. ഇത് ഇവളുടെ മക്കളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 1819 വില്യം ജനിക്കുന്നുണ്ട്, അതും മരിക്കുന്നുണ്ട് അല്ലെ, മലേറിയ വന്നിട്ട്. പിന്നെ 1822 ഷെല്ലി ഒരു ബോട്ട് അപകടത്തിൽ മുങ്ങി മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മേരി ഈസ് ലെഫ്റ്റ് വിൻഡോ അല്ലെ. Then 1823 she returns to England and dedicates herself into writing and raising her only son അല്ലെ, പേഴ്സി ഫ്ലോറൻസ് ഷെല്ലി എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയാനുള്ളത്. പിന്നെ മേരി ഷെല്ലീസ് എൻഡ്യൂറിംഗ് ലെഗസി, പൈനിയർ ഓഫ് സയൻസ് ഫിക്ഷൻ എന്ന്. സയൻസ് ഫിക്ഷന്റെ ഒരു പൈനിയർ തന്നെയാണ് അവൾ എന്ന് പറയുന്നത്. ഫെബ്രുവരിയിലാണ് മരണപ്പെടുന്നത്. ബട്ട് ഹെർ ഇൻഫ്ലുവൻസ് ഹാസ് ഓൺലി ഗ്രോൺ. ഷീ ഫണ്ടമെന്റലി ചേഞ്ച്ഡ് ഹൗ വി തിങ്ക് അബൌട്ട് സയൻസ് ക്രിയേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ആസ് എ റീഡേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ്, നമ്മൾ ചിന്തിക്കുന്ന സയൻസ് അല്ലെങ്കിൽ ക്രിയേഷൻ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, അതിനൊക്കെ ഒരു വേറൊരു തലം അല്ലെങ്കിൽ വേറൊരു വ്യൂ പോയിന്റ് തന്നത് നമ്മുടെ മേരി ഷെല്ലി ആണെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ടു എക്സ്പ്ലോർ ദ എത്തിക്കൽ കോൺസിക്വൻസസ് ഓഫ് സയന്റിഫിക് ഇന്നോവേഷൻ ഇൻ ഫിക്ഷൻ. ദെൻ കൾച്ചറൽ ഐക്കൺ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്രിയേച്ചർ റിമെയിൻസ് വൺ ഓഫ് ദ ലിറ്ററേച്ചേഴ്സ് മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് ആൻഡ് അനലൈസ്ഡ് ഫിഗേഴ്സ്. ദെൻ ഫെമിനിസ്റ്റ് ഫോർമദർ ആണ് കേട്ടോ, അതായത് ഹർ ലൈഫ് ആൻഡ് വർക്ക് കണ്ടിന്യൂ ടു ഇൻസ്പയർ ഡിസ്കഷൻസ് ഓഫ് ജെൻഡർ, പവർ ആൻഡ് വോയിസ് എന്നും പറയാം. കണ്ടിന്യൂഡ് മോഡേൺ ഇന്റർപ്രിട്ടേഷൻസ് ആൻഡ് അഡാപ്റ്റേഷൻസ് പറയുന്നത്, അതായത് തിയേറ്റർ ആൻഡ് ഒപ്പേര, അതായത് ഫ്രം നിക് ഡിയേഴ്സ് acclaimed national theatre production to operatic adaptations, Frankenstein continues to captivate live
ലൈവ് ഓഡിയൻസ് വേൾഡ് വൈഡ്. അങ്ങനെ ഈ ഒരു നോവല് തിയേറ്ററിൽ എക്സ്പീരിയൻസും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്, ഒപ്പേര രീതിക്ക്. ഓക്കെ, പിന്നെ അത് ഫിലിം ആൻഡ് ടെലിവിഷനിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അഡാപ്റ്റേഷൻസ് ആണല്ലോ ഇവിടെ പറയുന്നത്. സോ എന്തൊക്കെ ആയിട്ടുണ്ട്? തിയേറ്റർ എക്സ്പീരിയൻസിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഫിലിം ചെയ്തിട്ടുണ്ട്. ദെൻ ഫിലിം ആൻഡ് ടെലിവിഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഫ്രം ജെയിംസ് വെയിൽസ് ക്ലാസിക് ടു പെന്നി ഡ്രെഡ്ഫുൾ ആൻഡ് ബിയോണ്ട്, ഷെല്ലിസ് സ്റ്റോറി റിമെയിൻസ് എ റിച്ച് സോഴ്സ് ഓഫ് വിഷ്വൽ സ്റ്റോറി ടെല്ലേഴ്സ്. ദെൻ അക്കാദമിക്സിലും പോപ്പുലർ കൾച്ചറിലും ഈ ഒരു റൈറ്റിംഗ് വന്നിട്ടുണ്ട്. അതായത് ഹർ നോവൽ ഇസ് സ്റ്റഡീഡ് ഇൻ കോഴ്സ് ഓൺ എത്തിക്സ്, അതുപോലെ തന്നെ ബയോ എഞ്ചിനീയറിംഗ്, AI ആൻഡ് ലിറ്ററേച്ചർ, പ്രൊവൈഡിങ് ഓർ പ്രൂവിങ് ഇറ്റ്സ് തീംസ് ആർ മോർ അർജന്റ് ദാൻ എവർ. അല്ലെ, അല്ലെങ്കിൽ എപ്പോഴത്തേലും റെലവെന്റ് ആയി നിൽക്കുന്ന തീംസ് ആണ് അവളുടെ എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്രയും അഡാപ്റ്റേഷൻസ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നൗ ലാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് നോക്കാം? കുറച്ച് ക്വസ്റ്റ്യൻ എക്സ്പ്ലോറിങ്, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ക്വസ്റ്റ്യൻ ആൻഡ് ഡിസ്കഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. എന്താണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് ചിലപ്പോൾ ലൈഫ് ആൻഡ് വർക്ക്സ് എന്ന് ചോദിക്കുമോ എന്നുള്ളത്. ചിലപ്പോൾ ചോദിക്കാം, ആരാണ് മേരി ഷെല്ലി, മേരി ഷെല്ലിയുടെ പാരന്റ്സ്, ഷെല്ലി എങ്ങനെയാണ് ഫേമസ് ആയിട്ടുള്ളത്, മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോ ഹൂ ഈസ് ദ റിയൽ മോൺസ്റ്റർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം? വിക്ടർ, അല്ലെ, വിക്ടർ ഹിസ് ക്രിയേഷൻ എന്നാണ് പറയാം. അതുപോലെ തന്നെ വേർ ഡസ് ഷെല്ലി പ്ലേസ് ദ ബ്ലെയിം? സയൻസ് ആൻഡ് എത്തിക്സ്, വാട്ട് ഡസ് ഫ്രാങ്കൻസ്റ്റൈൻ ടെൽ us about responsibility and innovation? ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ജെൻഡർ ആൻഡ് വോയിസ്, ഹൗ ഡസ് മേരീസ് ഐഡന്റിറ്റി ആസ് എ വിമൻ ഷേപ്പ് ദ നോവൽസ് തീംസ്? ദെൻ മോഡേൺ പാരലൽസ് ആയിട്ട് ഇങ്ങനെ, വേർ ഡു വി സീ ഫ്രാങ്കൻസ്റ്റൈൻസ് വാർണിംഗ് അക്കോർഡിംഗ് ടു ഡേയ്സ് വേൾഡ്, അല്ലെ? അപ്പൊ ഇതും എന്താണ്, ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. ഇറ്റ്സ് ഓൾ അബൌട്ട് യൂണിറ്റ് 1, ഓൾ about the life and works of our author of the book Frankenstein, that is Mary Shelley. Okay, now we can move on to unit 3. യൂണിറ്റ് 3യിലേക്ക് നമ്മൾ പോകാൻ കാരണം അതിലാണ് ഫ്രാങ്കൻസ്റ്റൈൻ്റെ സമ്മറി ആൻഡ് അനാലിസിസ് നോക്കുന്നത്. യൂണിറ്റ് 2 അതിന്റെ എന്താണ്, ഗോത്തിക് നോവൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം എന്താണ് സ്റ്റോറി എന്ന് മനസ്സിലാവണമല്ലോ, സ്റ്റോറി ആൻഡ് അനാലിസിസ് എന്താണെന്ന് മനസ്സിലാവണം. അതുകൊണ്ടാണ് ഞാനത് ഇനി അടുത്ത സെഷനിൽ പറയാൻ പോകുന്നത്. സോ in this session we just discussed about Mary Shelley's life and works. Okay, so I hope all these points are clear to you. Okay, so that's all. Thank you.